Hello guys, welcome to Analysis Views. ഇന്ന് നമ്മളിവിടെ Realme 7 Pro അതുപോലെ തന്നെ Poco X3 ഈ രണ്ട് ഫോണും തമ്മിലുള്ള പെർഫോമൻസ് കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ 12 ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഈ 12 ആപ്ലിക്കേഷൻ രണ്ട് ഫോണിലും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഓപ്പൺ ചെയ്തത് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, മിനിമൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം രണ്ടാമത് റീ ഓപ്പൺ ചെയ്യുന്നു റിവേഴ്സ് ഓർഡറിൽ. എന്നിട്ട് റാം മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ Realme 7 Pro അതുപോലെ തന്നെ Poco X3 ഈ രണ്ട് ഫോൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസസ്സർ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ റാം, മെമ്മറി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പ്രൊസസ്സർ പറയുമ്പോൾ ഞാനിവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് പ്രൊസസ്സറിൻ്റെ. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്രിയ 470 കോറുകളാണ് Poco X3യിലെ Snapdragon 732G ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് 720G Realme 7 Proയിലെ അതിൽ വന്നിരിക്കുന്നത് ക്രിയ 465 കോറുകളാണ്. അപ്പോൾ ബേസിക്കലി ഇത് തമ്മിലുള്ള മാറ്റം നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് നമുക്ക് ക്വാൽകോം അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. എന്തായിരുന്നാലും ഈ ഒരു മാറ്റമാണുള്ളത്, ബാക്കിയൊക്കെ സെയിം ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രൊസസ്സർ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്നും പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ ബെഞ്ച് മാർക്ക് റൺ ചെയ്തു. അതായത് ഗീക്ക് ബെഞ്ച് 5 എന്നുള്ള ബെഞ്ച് മാർക്കാണ് റൺ ചെയ്തത്. അതിൽ CPU ബേസ്ഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്കും ഉണ്ട്, GPU ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ CPU ബേസ്ഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് റൺ ചെയ്തപ്പോൾ സിംഗിൾ കോർ റിസൾട്ട് നോക്കുമ്പോൾ 560 ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ് രണ്ട് ഫോണിലും കിട്ടുന്നത്. നേരെ മറിച്ച് മൾട്ടി സ്കോറിലേക്ക് വരുമ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3യുടെ സ്നാപ്ഡ്രാഗൺ 732G ഉണ്ട്. അതായത് 1650 ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ് നമുക്ക് Realme 7 Proയിൽ കിട്ടുന്നത്. നേരെ മറിച്ച് പോക്കോ X3യിലേക്ക് വരുമ്പോൾ 1700 മുകളിലായിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ, എന്നിരുന്നാൽ പോലും നമുക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയാം. ഇനി നമ്മൾ GPU ബേസ്ഡ് ആയിട്ടുള്ള ഈ ഗീക്ക് ബെഞ്ച് 5ൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഏകദേശം 1200 ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ് നമുക്ക് Realme 7 Proയിൽ കിട്ടുന്നത്. പോക്കോ X3യിലേക്ക് വരുമ്പോൾ 1300 അടുത്തുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3 കാണിക്കുന്നുണ്ട്. പക്ഷേ ബെഞ്ച് മാർക്ക് റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഏതാണ് വിന്നർ എന്ന് പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഈ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മുടെ ശരിക്കും ആപ്പ് ലോഡിങ് ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ കോപ്പി പേസ്റ്റ് അങ്ങനത്തെ സ്പീഡൊക്കെ എത്ര ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു രണ്ട് ഫോണിലും 6GB റാം ആണ്, അതുപോലെ തന്നെ 128GB ഇൻ്റർണൽ മെമ്മറിയാണ്. ഈ സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടിലും UFS 2.1 ആണ്. അപ്പോൾ ശരിക്ക് CPU പെർഫോമൻസ് കൂടുതലുള്ള ഫോണായിരിക്കും നമുക്ക് കോപ്പി പേസ്റ്റിങ്ങിൽ സ്പീഡ് തരിക എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സെയിം ഫയൽ മാനേജർ എടുത്തു. എന്നിട്ട് സെയിം സൈസുള്ള ഫയൽ എടുത്തു. എന്നിട്ട് ഈ രണ്ട് ഫോണിലും ഈ ഒരു ഫോൾഡറിൽ നിന്ന് മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോക്കോ X3 ക്ലിയർ ആയിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ നേരത്തെ CPU ബെഞ്ച് മാർക്ക് റിസൾട്ട് നോക്കിയപ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് Realme 7 Pro, റൈറ്റ് സൈഡിൽ പോക്കോ X3. ഇനി നമ്മൾ ഇവിടെ സെയിം വൈഫൈ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ നെറ്റ്വർക്കും നമ്മൾ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും രണ്ട് ഫോണിലും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന 12 ആപ്ലിക്കേഷനിൽ നിന്ന് ഓരോരോ ആപ്ലിക്കേഷനും രണ്ട് ഫോണിലും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ആമസോൺ ഇച്ചിരി ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് പോക്കോ X3യിലാണ്. ഇനി അടുത്തായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഹെവി ഗെയിമാണ്. അത് നമുക്ക് രണ്ട് ഫോണിലും ഓപ്പൺ ചെയ്ത് നോക്കാം. ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും പോക്കോ X3 പെട്ടെന്ന് ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ലോഡിങ് ഫുള്ളായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോക്കോ X3 ഫുള്ളായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ലോഡ് ചെയ്ത് കഴിഞ്ഞു. Realme 7 Pro ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോഡിങ്. ഓക്കെ, Realme 7 Proയിൽ ഇപ്പോഴാണ് കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ഫുള്ളായിട്ട് ഓപ്പണായി വന്നത്.
ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ലീഡ് തന്നെ പോക്കോ X3 കാണിക്കുന്നുണ്ട്. നമുക്കിനി ഇത് മിനിമൈസ് ചെയ്തിട്ട് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോയി നോക്കാം. അടുത്തത് ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ ക്രോം ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് മനസ്സിലാകുന്നത്. ഇനി അടുത്തായിട്ട് ഫേസ്ബുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാൽ ഇച്ചിരി ബെറ്ററായിട്ട് റിയൽമി 7 Pro ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. അടുത്തായിട്ട് ഫയൽ മാനേജർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി അടുത്തായിട്ട് ഫ്ലിപ്കാർട്ട് ഇച്ചിരി ബെറ്ററായിട്ട് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വന്നത് റിയൽമി 7 Proയിലാണ്. ഇനി അടുത്തായിട്ട് ഗാന മ്യൂസിക് ആപ്ലിക്കേഷനാണ്. ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാൽ സ്ലൈറ്റ്ലി X3യിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. അടുത്തായിട്ട് ഹോട്ട്സ്റ്റാർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഹോട്ട്സ്റ്റാർ ഇച്ചിരി ബെറ്ററായിട്ട് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വന്നത് പോക്കോ X3യിലാണ്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാം ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ട് വരുന്ന ആനിമേഷനൊക്കെ പെട്ടെന്ന് X3 നടന്നു, പക്ഷേ ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വന്നത് ആദ്യം ഒരു ഇച്ചിരി ബെറ്ററായിട്ട് 7 Proയിലാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഇനി അടുത്തായിട്ട് PES 2021 എന്നുള്ള ഹെവി ഗെയിമാണ്. ഇച്ചിരി ഒരു ബെറ്ററായിട്ട് പോക്കോ X3 ആണ്. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ കണ്ട അത്ര ഒരു മുൻതൂക്കമൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം, അല്ലെങ്കിൽ പോക്കോ X3 ഇച്ചിരി ബെറ്റർ എന്ന് പറയാം. ഏതായിരുന്നാലും നമ്മൾ ഇവിടുന്ന് ലോഡ് ചെയ്യുമ്പോൾ റിയൽമി 7 Proയിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷേ പോക്കോ X3 സെർവർ ഫുള്ളായത് കാരണം കയറിപ്പോയില്ല. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് കയറിപ്പോയത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ബാക്കിയുള്ള എല്ലാം ഉള്ളിലേക്ക് പോയതിന് ശേഷം ലാസ്റ്റുള്ള ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുന്ന ആ മാച്ച് ലോഡ് ചെയ്യുന്ന അവിടെ ഒരുമിച്ച് നമുക്ക് 2 ഫോണിലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് സെയിം ആണ് മാച്ച് ലോഡിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ PES 2021 ഓൾമോസ്റ്റ് സെയിം എന്ന് പറയേണ്ട ആ ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. അടുത്തായിട്ട് പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ പോക്കോ X3യിലാണ് ഇച്ചിരി ബെറ്ററായിട്ട് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത്. ഇനി അടുത്തായിട്ട് ലാസ്റ്റായിട്ടുള്ള യൂട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാലും ഇച്ചിരി ബെറ്ററായിട്ട് 7 Proയിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 12 ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഡിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പോക്കോ X3ക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ലോഡ് ചെയ്തപ്പോൾ ക്ലിയറായിട്ട് പോക്കോ X3 അഡ്വാൻറ്റേജ് കാണിച്ചു. പക്ഷേ മറ്റുള്ള ആപ്ലിക്കേഷൻസും മറ്റുള്ള PES 2021 എന്നുള്ള ഗെയിം ഇങ്ങനത്തെ രീതിയിലൊന്നും ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലെങ്കിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3ക്ക്. പിന്നെ വളരെ കുറച്ച് ആപ്ലിക്കേഷനിൽ റിയൽമി 7 Pro ഇച്ചിരി ഒരു ലീഡും ചെയ്യുന്ന രീതിയിൽ തോന്നി. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു വിന്നർ എന്ന് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാൽ പോലും ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3ക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഓപ്പൺ ചെയ്ത മിനിമൈസ് ചെയ്ത ഈ 12 ആപ്ലിക്കേഷനിൽ നിന്നും റിവേഴ്സ് ഓർഡറിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് പോയി നോക്കി. അങ്ങനെ പോയി നോക്കുമ്പോൾ യൂട്യൂബ്, അതേപോലെ തന്നെ പ്ലേ സ്റ്റോർ, PES 2021, ഇൻസ്റ്റാഗ്രാം, ഹോട്ട്സ്റ്റാർ, ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് 2 ഫോണിലും റീലോഡ് ചെയ്യാതെ തന്നെ റാമിൽ നിന്ന് എടുക്കാൻ പറ്റി. പക്ഷേ റിയൽമി 7 Proയുടെ കേസ് എടുക്കുമ്പോൾ ഗാന മ്യൂസിക് ആപ്ലിക്കേഷൻ തൊട്ടിട്ട് ഫ്ലിപ്കാർട്ട്, ഫയൽ മാനേജർ, ഈ 3 ആപ്ലിക്കേഷൻസും നമുക്ക് റീലോഡ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ക ഫുള്ളി റീലോഡ് അല്ല, എന്നിരുന്നാൽ പോലും റാമിൽ നിന്ന് കുറച്ച് പോയ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഈ സെയിം കേസ് പോക്കോ X3യിൽ നോക്കുമ്പോൾ നമുക്ക് ഈ 3 ആപ്ലിക്കേഷൻസും റീലോഡ് ചെയ്യാതെ തന്നെ റാമിൽ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് തോന്നും തീർച്ചയായിട്ടും ഇവിടെ പോക്കോ X3 കാണാൻ അഡ്വാൻറ്റേജ് എന്ന്. പക്ഷേ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക്, ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ ഹെവി ഗെയിം ആയ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിംസും നമുക്ക് റിയൽമി 7 Proയിൽ റാമിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റി. റീലോഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നേരെ മറിച്ച് പോക്കോ X3യുടെ കേസ് എടുക്കുമ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി വരെ നമുക്ക് റാമിൽ നിന്ന് എടുക്കാൻ പറ്റി. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ഫുള്ളായിട്ട് റീലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്ലിയർലി നമുക്ക് ഒരു വിന്നറായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം 2 ഹെവി ഗെയിംസ് നമുക്ക് റിയൽമി 7 Proയിൽ റീലോഡ് ചെയ്യാതെ തന്നെ റാമിൽ നിന്ന് എടുക്കാൻ
എടുക്കാൻ പറ്റി. ഗെയിമിനൊരു പ്രിഫറൻസ് കൊടുത്തിട്ട് മറ്റുള്ള അതിന് മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് റിയൽമി 7 പ്രോയുടെ കേസിൽ. പക്ഷേ പോക്കോ X3യുടെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 10 ആപ്ലിക്കേഷൻ വരെ, അതിലൊരു ഹെവി ഗെയിംസും PES 2021 എന്നുള്ള ഗെയിംസും നമുക്ക് റീലോഡ് ചെയ്യാതെ തന്നെ റാമിൽ നിന്ന് എടുക്കാൻ പറ്റി. പിന്നെ ആമസോൺ എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് 2 ഫോണിലും റീലോഡ് ചെയ്യുന്ന കേസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ റാം മാനേജ്മെൻറ്റിൽ ഒരു ക്ലിയർ ആയിട്ട് വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, 6GB റാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഈ 12 ആപ്ലിക്കേഷൻസും റാമിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിലൊന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം ഇത്രയും ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും വരുന്നില്ല. മാക്സിമം പോയ ഒരു 2-3 ആപ്ലിക്കേഷൻസ് മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആപ്പ് ലോഡിംഗ് ടൈമിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3 ഉണ്ട്. എന്നിരുന്നാൽ പോലും ക്ലിയർ ആയിട്ട് ഈ 2 ഫോണിലും നല്ല പെർഫോം ചെയ്യുന്ന ഫോൺ ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. റാം മാനേജ്മെൻറ്റ് കേസ് എടുക്കുമ്പോഴും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരു വിന്നറായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ചെറിയൊരു അഡ്വാൻറ്റേജ് പോക്കോ X3 ഉണ്ട്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫോൺ സെലക്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാറ്റമൊന്നുമില്ല. ശരിക്കും പെർഫോമൻസ് നോക്കിയിട്ട് ഈ 2 ഫോണിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും നമുക്ക് ഈ 2 ഫോണിൻ്റെയും ഗെയിമിംഗ് ടെസ്റ്റും കൂടി നടത്തേണ്ടതുണ്ട്. അതിൻ്റെ വീഡിയോസ് ഭാവിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ളൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നാലും ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.